ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. വേറൊന്നുമല്ല, നമ്മുടെ മണി ബോക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രൊമോയും അതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മണി ബോക്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ കൊടുക്കുന്ന ടെസ്റ്റും കാര്യങ്ങളും. അപ്പൊ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പ്രൊമോയിൽ നമ്മൾ കണ്ടിരുന്നു മുത്തു ഒരു 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ആ ഒരു ഷോട്ടും കാര്യങ്ങളും. അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും അറിയത്തില്ല. മുത്തു അത് ക്രോസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമല്ലോ. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ റയാൻ 2 ലക്ഷം രൂപ പറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്ത് തിരികെ വീടിനുള്ളിൽ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റയാൻ നല്ലൊരു സ്പീഡുണ്ട്. റയാൻ അതുപോലെ തന്നെ മുത്തു രണ്ടുപേരും നല്ല സ്പീഡിൽ ഓടുന്ന 2 വ്യക്തികളാണ്, 2 കണ്ടസ്റ്റൻസുകളാണ്. അവർക്ക് മാത്രമേ ഈ ഒരു ടാസ്കിൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത്ര സ്പീഡിൽ ഈ സാധനം ഈ പറയുന്ന സമയത്തിനുള്ളിൽ മണി ബോക്സ് എടുത്തിട്ട് വരാൻ സാധിക്കത്തില്ല. ഇവർക്ക് 2 പേർക്കുമാണ് സാധിക്കുന്നത്. അപ്പം പറഞ്ഞ സമയവും നല്ലൊരു എമൗണ്ടും ആണെന്നുണ്ടെങ്കിൽ ഇവർ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 2 ലക്ഷത്തിൽ തന്നെ നല്ലൊരു സമയത്തിനുള്ളിൽ റയാൻ പോയി എടുത്ത് തിരികെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇന്നായിരിക്കണം സംഭവം നടന്നിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഇന്നാണ് സംഭവം നടന്നത്. അപ്പം നാളത്തെ ലൈവിലായിരിക്കണം കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി അറിയത്തില്ല ഇന്നത്തെ ലൈവിൽ തന്നെ കാണിക്കുന്നുണ്ടോ എന്നെന്നാലും നമുക്ക് പ്രൊമോയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതിനെപ്പറ്റി എനിക്കൊരു റിപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പം ഇന്ന് നടന്ന സ്ഥിതിക്ക് അത് നാളത്തെ ലൈവിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ പുറകെ വരുന്നതായിരിക്കും. വേറെ ആരെങ്കിലും ഇനിയും മണി ബോക്സ് വെക്കുവോ, അതുപോലെ തന്നെ ആരെങ്കിലും അതിന് ട്രൈ ചെയ്യുവോ? കാരണം എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടാനും അതുപോലെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സെയിം തന്നെ വെച്ചിട്ട് സമയം കുറയ്ക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇപ്പോൾ തന്നെ 50,000 രൂപയ്ക്ക് തന്നെ നമുക്കറിയാം 30 മീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ ഇത്ര സമയമേ ഉള്ളൂ, അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നല്ലൊരു ഫിഗർ വരുമ്പോൾ അതിൽ ആരെങ്കിലും ട്രൈ ചെയ്യുവോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. നിലവിൽ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് അതാണ്. 2 ലക്ഷം രൂപയുമായിട്ട് നമ്മുടെ റയാൻ എടുത്ത് തിരികെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ആദ്യമായിട്ടാണ് തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വരുന്ന മണി ബോക്സ് എടുത്ത് തിരികെ കയറാം എന്നുള്ള ഒരു ഓപ്ഷൻസ് ബിഗ് ബോസ് വെക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.